ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ്. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഈ ഒരു റീഡിംഗ് കാണുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നവർക്ക് കാണാം, അല്ലാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ റീഡിങ്സ് സ്ഥിരം ഈ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നിടത്ത് കാണാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങളിനി വെയിറ്റ് ചെയ്യണോ? യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്. കാർഡ്സ് കൂടി എടുക്കാം. യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രിയൻസ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് 6 ഓഫ് സോർട്സ് ആണ്. ഓക്കെ, ഈ ഒരു റീഡിങ്സിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇതിപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ലെസ് കോണ്ടാക്റ്റിലൂടെ പോകുന്ന ആൾക്കാർക്കും ഒരു ഓൺ ആൻഡ് ഓഫിലൂടെ പോകുന്ന ആൾക്കാർക്കും ഏത് വിധേന പോകുന്ന ആൾക്കാർക്കും കാണാൻ സാധിക്കുന്ന ഒരു റീഡിംഗ് ആണ്. പക്ഷേ ഒരു സ്മൂത്ത് കണക്ഷനിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾ കാണരുത്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ് റെസനേറ്റ് ആവുന്നത് കാണുമെന്ന്. അപ്പം നമ്മൾ എന്താ പറയുക, ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് ആവാം, അപ്പം അങ്ങനെ പല കാര്യങ്ങളും. ചിലപ്പോൾ അത് കണ്ടിട്ടും ചില ആൾക്കാർ അതിലെന്താണ് പറയുന്നതെന്ന് പോലും നോക്കാതെ കമൻ്റ് ഇടുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ റീഡിങ് ആദ്യമേ വായിക്കുക. റീഡിങ് വായിച്ചതിന് ശേഷം അതിൽ എന്താണോ ആ ഒരു കാര്യത്തിനെ ആസ്പദമാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നെക്സ്റ്റ് ടോപ്പിക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുക. സോ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു റീഡിങ് അതായിരിക്കും നമ്മൾ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം, നിങ്ങളുടെ ഫ്രണ്ടാവാം. സോ ആ ഒരു പേഴ്സൺ ആരാണെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. കാരണം നമ്മളിവിടെ എടുത്തിട്ടുള്ള ടാരോ കാർഡ്സിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരിക്കും ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എന്താ പറയുക, അവിടുന്ന് മറക്കാൻ പറ്റത്തില്ലാതാനും. പക്ഷേ ആ ഒരു ബന്ധത്തിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെയുള്ള രീതി. അതായത് മനസ്സുറച്ച് നമുക്ക് അവിടെ നിൽക്കാനും സാധിക്കുന്നില്ല, എന്നാൽ ആ ഒരു വ്യക്തിനെ വിട്ടിട്ട് വരാനും പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ഒരു സിംഗിൾ പേഴ്സണായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം വർക്ക് ചെയ്യുന്നു. ഈ ബന്ധം തന്നെ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുന്നു. എന്താ പറയുക, 2 പേര് ചേർന്ന്
ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയും രണ്ടുപേരുടെ അധ്വാനം മൂലം മുന്നോട്ട് പോകേണ്ടതുമാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരു കപ്പിൾസ് ആണെങ്കിലും അതിപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്ത ഒരു പേഴ്സൺ ആണെന്ന് പറഞ്ഞാലും മാരേജ് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുടെ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം രണ്ടുപേരും ഒരു ചെടിക്ക് വെള്ളം നനച്ച് അത് ആ വളരുന്ന രീതിക്ക് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുവരണം. പക്ഷേ ഇവിടെ ഓടി നടന്ന് ബുദ്ധിമുട്ടുകയും അല്ലെങ്കിൽ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മാത്രമാണ്. എന്തോ നിങ്ങൾക്കപ്പോൾ ആ ഒരു ബന്ധത്തിൽ ഞാനായിട്ട് എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു നിലപാട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, നിലപാടല്ല അങ്ങനെയുള്ളൊരു ചിന്തകൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ തീർത്തും നിങ്ങൾ ആ അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു 100 തവണ വിളിക്കാൻ നേരത്തേക്ക് ആ ഒരു പേഴ്സൺ ഒരു തവണയെങ്കിലും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ തീർത്തും നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ളൊരു കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പ് മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ലൈഫ് മുന്നോട്ട് പോകാനുള്ളൊരു താല്പര്യക്കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ട്. ചിലപ്പോൾ ഇതിപ്പോൾ നോ കോണ്ടാക്റ്റ് ഇരിക്കുന്ന ഒരവസ്ഥയാവും. അപ്പോൾ നോ കോണ്ടാക്റ്റ് ഇരുന്നാൽ പോലും നിങ്ങൾ മാത്രമായിട്ട് എഫേർട്ട് ഇടുന്നു. എന്തോ എന്താ പറയുക, ഈ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും നമ്മളെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തിട്ട് ആ ഒരു പേഴ്സൺ വിളിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എപ്പോൾ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വിയോജിപ്പെന്ന് പറയുന്നത് അത് ആ ഒരു എന്താ പറയുക, ആ ഒരു പേഴ്സണോട് നിങ്ങൾക്കത് പിന്തിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് മാനസികപരമായിട്ട് നിങ്ങൾ ഓരോ ദിവസവും കഴിയുന്നവരും അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ നോക്കാൻ നേരത്ത് ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു ഫീലിങ്സേ ഇല്ല. നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എഫേർട്ട് ഇടുന്നതല്ലാതെ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഇല്ല. ആ ഒരു രീതികളാണ് ഇപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ചില ആൾക്കാരുടെ സ്വഭാവങ്ങളും ഭയങ്കരമായിട്ടും ഒരു തീർത്തും നമ്മളെ അവഗണിക്കുന്ന തരത്തിലാണ്. പലപ്പോഴും നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളോട് എന്തോ ഒരു ഭയങ്കര ദേഷ്യമുള്ളതുപോലെ എപ്പോൾ നോക്കിയാലും ദേഷ്യപ്പെടുന്നു, എപ്പോൾ നോക്കിയാലും നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കാൻ അവരുടെ ലൈഫിലില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സമയം മാറ്റിവെക്കാനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനൊക്കെ ആണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വലിയൊരു താല്പര്യമായിരിക്കും. അവർ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കിയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, നമ്മളെപ്പറ്റി നല്ലത് സംസാരിക്കത്തില്ല. പക്ഷേ നമ്മൾ 4 ആൾക്കാരുടെ മുൻപിൽ ചെല്ലുമ്പോൾ ആ ഒരു പേഴ്സണോട് പറയുന്നത് നല്ലൊരു രീതിക്കായിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം നമ്മൾ ആരുടെ മുൻപിൽ വരച്ച് കാട്ടുന്നില്ല. നമുക്കതിനോട് തീർത്തും താല്പര്യമില്ലായ്മ തന്നെയാണ്. കാരണം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ തീർക്കണം. അത് മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്ക് ചിരിക്കാനുള്ള ഒരു കാര്യമായിട്ട് ഒരിക്കലും നിങ്ങൾ അതിനോട് താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിച്ചു നിർത്തുന്ന ഒരു സ്വഭാവമുള്ള നല്ലൊരു വ്യക്തിത്വമാണ്. കാരണം മറ്റുള്ളവരെ പഴിചാരി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ രീതികൾക്കനുസരിച്ച് നടക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾ തയ്യാറാകുന്നില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുക എന്നതാണ് നിങ്ങൾ രണ്ടുപേരുമായിരിക്കണം അത് തീർക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ ഇടപെട്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ തീർക്കേണ്ട കാര്യമില്ല എന്നതാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. ആ തീരുമാനം വളരെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. പലപ്പോഴും ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സന് നിങ്ങൾ പല തവണയും വാർണിങ്സ് കൊടുത്തിട്ടുണ്ടാവാം, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു തരത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ഉണ്ട്, ആ ഒരു വിജയം. ആ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയുള്ള എന്താ പറയുക ഒരു ഒരുക്കത്തിലാണ്. ആ ഒരു പേഴ്സണെ അവരുടെ രീതികളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റണം. അവരുടെ സ്വഭാവമാണ് പ്രശ്നമെങ്കിൽ ആ സ്വഭാവം മാറ്റണം. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഇരിക്കുന്ന അപ്പോൾ ആ ഒരു പേഴ്സണായിട്ട് വരണം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, തേർഡ് പാർട്ടി ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ കൂടി തന്നെ മറ്റുള്ളവർ മുഖേന വേർപിരിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാൻ നിൽക്കുന്നത്, പഴയതുപോലെ മിണ്ടുന്നില്ല, പഴയതുപോലെ സംസാരിക്കുന്നില്ല. പഴയതെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഈ ഒരു പേഴ്സണ് ഭയങ്കര സ്നേഹമായിരുന്നു കാണും, നമ്മളില്ലാതെ പറ്റത്തില്ലായിരുന്നു കാണും, എന്താണെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള ഒരു നല്ലൊരു ടോട്ടലി നമ്മൾ
എന്ന് പറയുന്ന ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പെട്ടെന്നങ്ങോ ഒരു മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കത്തില്ല. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ നല്ലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ, അത് പെട്ടെന്നൊരു ചേഞ്ചസ് വരുമ്പോൾ ആർക്കാണെങ്കിലും ബുദ്ധിമുട്ട് വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള സകല പ്രശ്നങ്ങളും മുൻപോട്ട് അത് ഇങ്ങനെ പോയാൽ പറ്റില്ല. അതിൽ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്ന പോലെ മുൻപോട്ട് പോകണം എന്നുള്ളൊരിതാണ് നമ്മളുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. നമ്മുടെ ചൊൽപ്പടികൾക്കനുസരിച്ച് നിൽക്കണം എന്നതിനേക്കാട്ടിലുപരി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. തീർച്ചയായിട്ടും അവർ അതിനനുസരിച്ച് നിന്നോട്ടെ. പക്ഷേ നമുക്ക് തരേണ്ട പ്രയോറിറ്റീസ് ആ ഒരു സ്നേഹമാണെങ്കിലും വാല്യൂ ആണെങ്കിലും ഇപ്പം നമ്മൾ ഒരു സമയം കിട്ടിയ ആ ഒരു പേഴ്സണെ വിളിക്കും, ആ അത്രത്തോളം ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥാനത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അപ്പം അതുപോലെ നമ്മളിലേക്കും ആ ഒരു പേഴ്സൺ നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ചിട്ടുള്ളത്, ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സക്സസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ ഇത്രയും നാളും നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഓരോ തെറ്റുകളും നിങ്ങളെ വളരെയധികം പ്രകോപിപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കാര്യങ്ങളിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്കൊരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഉണ്ടാകുന്നു എന്നുള്ളൊരു സയൻസാണ് ഇവിടെ നമുക്ക് ഒറാക്കിൾ റീഡിങ് വഴി കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഇപ്പം മെഡിറ്റേഷൻസും മാനിഫെസ്റ്റേഷൻസൊക്കെ ചെയ്തുകൊണ്ട് ഈ ടാരോ കാർഡ് റീഡിങ്സും ഒറാക്കിൾ റീഡിങ്സൊക്കെ കാണുന്നവരുണ്ടായിരിക്കും. എന്ന് വെച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിർത്താൻ പാടില്ല. നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് എന്താ പറയുക റെഡി ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു സക്സസ്സിനെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുത്തി നിർത്തുക എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. വരാൻ പോകുന്ന ഒരു സക്സസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിജയം തന്നെയായിരിക്കും. വിജയം എന്ന് തന്നെ പറയാം. സന്തോഷമുണ്ട്, അതിലുപരി നമുക്കതൊരു സക്സസ് ആണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു സക്സസ് ആണ്. പല ആൾക്കാരും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ ഒരു സക്സസ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവർ തിരിച്ചു വരാൻ വേണ്ടി, ഓൺ ആൻഡ് ഓഫ് ആണെങ്കിൽ ഇങ്ങനെ പോയും വന്നും അങ്ങനെ നിൽക്കുന്നതിലോട് നിങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പെർമനൻ്റ് ഒരു റീയൂണിയൻ വേണമെന്നും, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ കൂടുതലായിട്ട് ആ ഒരു പേഴ്സണ് നമ്മളോട് സ്നേഹം ഉണ്ടാകാനൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സ് ഇപ്പം നമുക്ക് ഈ ഒരു സയൻസിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വിജയം നിങ്ങൾ ആഘോഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. നിങ്ങളുടെ വിജയം ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഉടനെ എന്ന് പറയുമ്പോൾ ഒരു 48 hours 48 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ഈ റീഡിങ് കാണുന്ന ഒരു സമയത്തിനുള്ളിലോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും എത്തുന്നതാണ്. ചില ആൾക്കാർ മക്കൾക്ക് വേണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു സക്സസ് ആയിട്ടാണ് കാണിക്കുന്നത്. സക്സസ് ജേർണി അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് മാറി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വളരെ ഒരു എന്താ പറയുക വളരെ അനുയോജ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ടൈം കൂടിയാണ് ഈ ഒരു സമയത്തുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ആരാണോ മനസ്സ് വിചാരിച്ച് ഈ ഒരു റീഡിങ് കണ്ടത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണോ എന്നുള്ളൊരു കാര്യത്തിലാണ് നമുക്ക് ഇന്ന് ഡിവൈൻ മെസ്സേജ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം.